ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഈ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന എന്തൊക്കെ ആഘാതങ്ങളാണ് ദുരന്തങ്ങൾ മൂലം നമ്മളുടെ നാട്ടിലുണ്ടാകുന്നത്. പ്രോപ്പർട്ടി ആയാലും ആളുകളുടെ ജീവനായാലും എന്തൊക്കെ ഇമ്പാക്ട്സാണ് ഡിസാസ്റ്റർ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. The direct and indirect impacts of disasters, either natural or industrial, are always damage, destruction and death. നേരിട്ടോ അല്ലാതെയോ തന്നെ ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഡാമേജ്, കേടുപാടുണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, തകർച്ചയുണ്ടാവും, ആൻഡ് ഡെത്ത്, അതുമല്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ആണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഇത് തന്നെയായിരിക്കും: ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. So when disaster strikes, the lifeline support systems, namely communication, power supply, water supply, drainage, etc. are damaged. Moreover, healthcare and hospitals are also put under severe stress. ഒരു ദുരന്തം നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റംസ് തന്നെയാണ് തകരുന്നത്. ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റംസ് എന്തൊക്കെയാണ്? ആശയവിനിമയമല്ലേ, കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ, കറണ്ട് പോകും, വാട്ടർ സപ്ലൈ, കുടിവെള്ള സൗകര്യം, അല്ലെങ്കിൽ ഡ്രെയിനേജ് ആർ ഡാമേജ്ഡ്. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും, നമ്മുടെ ജീവൻ നിലനിർത്താനോ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും തകരാറിലാവും. ആൻഡ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ആർ അണ്ടർ സിവിയർ സ്ട്രെസ്. ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുമെല്ലാം ആളുകളെ കൊണ്ട് തിങ്ങി നിറയും. ഇത്രയും ആളുകളെ ചികിത്സിക്കണം, അവരെ ശുശ്രൂഷിക്കണം. അപ്പോൾ ഇത് ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. കൊമേഴ്സ്യൽ ആൻഡ് എക്കോണമിക് ആക്ടിവിറ്റീസ് ആർ ഓൾസോ ബാഡ്ലി എഫക്റ്റഡ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, വ്യാവസായിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ തകരാറിലാകും. ആൻഡ് ലൈഫ് ഓൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ജീവിതം നിലച്ചു പോകുന്നൊരവസ്ഥ വരും. And the psychological traumas caused by the disasters are sometimes so severe that they span the whole life of the victim. ആരാണോ ദുരന്തങ്ങൾക്ക് ഇരയാകുന്നത് അവർക്ക് സൈക്കോളജിക്കൽ ട്രോമാസ് ഉണ്ടാകും. എന്താണ്? അതിൽ ഒരു ദുരന്തത്തിൽ കൂടി കടന്നു പോയ ഒരാൾക്ക് മാനസികമായിട്ട് അവരുടെ ട്രോമയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിലും മാനസിക സമ്മർദ്ദം അവർ അനുഭവിക്കേണ്ടി വരും. ആൻഡ് ദിസ് സൈക്കോളജിക്കൽ ട്രോമ വിൽ ബി വിത്ത് ദം ഫോർ ദ ഹോൾ സ്പാൻ ഓഫ് ദെയർ ലൈഫ്. അവരുടെ ജീവിത കാലഘട്ടം മുഴുവനെ ഈ ട്രോമ, ഇങ്ങനെയുള്ള മാനസിക സംഘർഷം അല്ലെങ്കിൽ ഷോക്ക്, ആഘാതം, മനസ്സിനേൽക്കുന്ന ആഘാതം അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. Therefore, along with other rehabilitation works, psychological rehabilitation should also be given due importance. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദുരന്തങ്ങളിൽ പെട്ട് അതിനെ അതിജീവിച്ച് വരുന്ന സർവൈവേഴ്സിന്, അതിജീവിച്ച് വരുന്ന ആൾക്കാർക്ക് ഒരു മനഃശാസ്ത്രപരമായ റീഹാബിലിറ്റേഷൻ, അങ്ങനെയുള്ളൊരു ചികിത്സ കൂടി അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മനഃശാസ്ത്രപരമായ രീതിയിൽ അങ്ങനെയൊരു ചികിത്സ കൂടി, അവരെ മെൻ്റലി സ്റ്റേബിൾ ആക്കാൻ കൂടി ദുരന്തത്തിന് ശേഷം നമ്മൾ ശ്രമിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. In developing countries, only 30% of the buildings are constructed in accordance with the regulations laid down for ensuring safety and security. Similarly, the lack of a master plan and the inferior quality of materials used for construction also aggravate the casualties arising out of disasters. Therefore, both private and public buildings should be constructed according to the guidelines prescribed by law. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ കെട്ടിട നിർമ്മാണ രീതിയിൽ, ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേരള സർക്കാരോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്ത്യൻ ഗവൺമെൻറ്റിനകത്ത് തന്നെ വി ഷുഡ് ബിൽഡ് ദി കൺസ്ട്രക്ഷൻസ്, വി ഷുഡ് കൺസ്ട്രക്റ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു ദി ലോസ്. നിയമത്തിനനുസരിച്ച് വേണം കെട്ടിടം പണിതുയർത്താൻ. അതായത് നമ്മളതിനകത്ത് ഇൻഫീരിയർ ക്വാളിറ്റിയിലുള്ള, അതായത് ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വീട് കെട്ടിപ്പടുത്തുണ്ടാക്കി കഴിഞ്ഞാൽ, ഫ്ലാറ്റ് ആയിക്കോട്ടെ വീടായിക്കോട്ടെ, അത് പെട്ടെന്ന് തന്നെ അത് ദുരന്തത്തിന് കാരണമാകും.
സോ എപ്പോഴും വീട് പണിയുമ്പോഴോ കെട്ടിട നിർമ്മാണ മേഖലയിലും ഒക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ച്, അതാണ് നിയമത്തിൽ പറയുന്നത്, അങ്ങനെ വേണം കൺസ്ട്രക്റ്റ് ചെയ്യാനെന്നാണ് പറയുന്നത്. അപ്പോൾ ദുരന്തത്തിനെ ഒഴിവാക്കാൻ ഒരു വഴി അതാണ്. പബ്ലിക് ബിൽഡിംഗ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇതിൽ ഇങ്ങനെ തന്നെ കൺസ്ട്രക്ഷൻ നടത്തുക. മോറോവർ കൺസ്ട്രക്ഷൻ ഷുഡ് സ്ട്രിക്ട്ലി അഡ്ഹെയർ ടു ദ മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ ദ അതോറിറ്റീസ്. നമ്മളുടേതായ ഒരു പ്ലാനിലല്ല, അതോറിറ്റീസ്, ഏത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അതോറിറ്റീസ് നിശ്ചയിക്കുന്ന പോലെ ഒരു മാസ്റ്റർ പ്ലാനിൽ വേണം നമ്മളുടെ കെട്ടിടങ്ങൾ പണിതുയർത്താൻ. The UNDAC, along with the Government of India, has jointly prepared an action plan for cities and towns vulnerable to earthquakes. In vulnerable areas, the existing buildings should be technically assessed and individual owners and group housing authorities should be informed about the weakness in their constructions. നോക്കൂ, UNDAC, United Nations Disaster Assessment and Coordination, ആ സംഘടന അവരെന്താ ചെയ്യുക? അവർ ഒരു ഗവൺമെൻറ് അതോറിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ എർത്ത് ക്വേക്സോ ഉണ്ടാകാൻ വൾണറബിൾ ആയിട്ടുള്ള സിറ്റീസ്, ടൗൺസ്, അങ്ങനെ അതിന് ഇടയാകുന്ന സിറ്റീസും ടൗൺസും ഒക്കെ അവർ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സിറ്റികളിലെ, ടൗൺസിലെയൊക്കെ ബിൽഡിങ്സിനെ അവർ ടെക്നിക്കലി അസസ് ചെയ്യും. അതായത് അതിൻ്റെ എന്തൊക്കെയുണ്ട്, ഇങ്ങനെ ഭൂകമ്പം വരാൻ സാധ്യതയുണ്ടോ, ഈ കെട്ടിടത്തിൻ്റെ കേടുപാടുകൾ അവർ ഉറപ്പിക്കും. And individual owners and group housing authority should be informed about the weaknesses in their construction. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കേടുപാടുകൾ കണ്ടുപിടിച്ച് അവരപ്പോൾ തന്നെ അതിൻ്റെ ഉടമസ്ഥരെ അറിയിക്കുന്നതാണ്. Presently, it is estimated that around 1 million buildings are constructed every year in India and an equal number of them gets damaged as a result of disasters. ഏകദേശം നമ്മുടെ കണക്കനുസരിച്ച് 1 മില്യൺ കെട്ടിടങ്ങളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇതിൽ ഭൂരിഭാഗം എന്താണ്? ഈ ഡാമേജിന് ഇടയായിത്തീരും. എന്താ കാര്യം? ഡിസാസ്റ്റർ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നശിക്കും. In order to reduce the damage to buildings, a monitoring mechanism should be set up in disaster-prone areas, which must act in proper coordination with the concerned authorities to ensure the fulfillment of building codes. അപ്പോൾ ഏതൊരു ഏരിയയിലാണോ ഇങ്ങനെ അപകട സാധ്യതയുള്ളത്, അപ്പോൾ കെട്ടിടം പണിയുന്നതിന് മുമ്പ് തന്നെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം വെക്കുക. ഏത് കെട്ടിടമായിക്കൊള്ളട്ടെ, ഏത് മേഖലയായിക്കൊള്ളട്ടെ, അത് പണിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കെട്ടിടത്തിൻ്റെ എല്ലാ തരം പണികളും ഉറപ്പ് വരുത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരാനുള്ള ഡിസാസ്റ്ററിനെ ഒരുവിധം തടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടത്തുന്ന സമയത്ത് റീഹാബിലിറ്റേഷൻ നടക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവസിപ്പിക്കുക. ഇങ്ങനെ ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ, വീട്, സ്വത്ത്, അല്ലെങ്കിൽ അവരുടെ എല്ലാത്തരം നഷ്ടങ്ങളും, കെട്ടിടം ആയിക്കൊള്ളട്ടെ, വ്യവസായം ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.